തമിഴ്നാട് റൈഡിലെ മൂന്നാമത്തെ ജില്ലയായ വിരുധനഗറിലേക്കാണ് ഇന്നത്തെ യാത്ര. തെങ്കാശി പട്ടണത്തിൽ നിന്നും വെള്ളയരി ചോറും സാമ്പാറും മോരും അഡീഷണലായി ഞാൻ ഒരു ചിക്കൻ കറിയും കൂടെ വാങ്ങി ഊണ് കഴിച്ചിട്ടായിരുന്നു യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഇത് തെങ്കാശിയിൽ നിന്നും വിരുധനഗറിലേക്കുള്ള റോഡ്. ഗ്രാമങ്ങളിലെ വയലുകളുടെയും മലനിരകളുടെയും ഇടയിൽ കൂടിയുള്ള യാത്ര വളരെ മനോഹരമാണ്. വിരുധനഗർ പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയ ടൗണാണ് രാജപാളയം. ഇവിടെയുള്ള ഒരു പ്രത്യേക ഇനം നായ്ക്കൾ വളരെ പ്രസിദ്ധമാണ്. ഇത് വിരുധനഗറിലേക്ക് പോകുന്ന വഴിക്കുള്ള എക്സ്പ്രസ് ഹൈവേ ആണ്. 4 വരി പാതയായതിനാൽ വളരെ വേഗത്തിലാണ് മിക്കവാറും വാഹനങ്ങൾ ഇതുവഴി പോകുന്നത്. 2 വീലറുകളിൽ നമ്മൾ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഈ വഴിയിൽ യാത്ര ചെയ്യാൻ. ഒരേ ഇരിപ്പിലുള്ള യാത്രയുടെ ക്ഷീണം മാറ്റാൻ വഴിയരികിൽ ബൈക്ക് നിർത്തിയ ശേഷം കുറച്ചു നേരം ഒന്ന് നടന്ന് കൈകാലുകൾ ഒന്ന് റിലാക്സ് ചെയ്തതിനു ശേഷം വീണ്ടും യാത്ര ചെയ്യുകയാണ് ചെയ്യുന്നത്. വിരുധനഗറിലേക്കുള്ള വിജനമായ വഴികളിലൂടെ സന്ധ്യാനേരത്ത് ബൈക്ക് ഓടിച്ചു വന്നപ്പോൾ ചെറിയ രീതിയിലൊരു പരിഭ്രമം ഉണ്ടായി. കാര്യം വന്നാൽ എൻ്റെ യാത്രകൾ ഒന്നും തന്നെ പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ അക്കോമഡേഷൻ ഒന്നും തന്നെ ഞാൻ ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 6:30 വിരുധനഗർ എത്തി. അവിടെ നിന്നും ഒരു ചായ കുടിച്ചു. അതിനുശേഷം അവിടെ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് ഒരു റൂം തരപ്പെടുത്തി. ഇന്ത്യയിലെ 112 അണ്ടർ ഡെവലപ്ഡ് ഡിസ്ട്രിക്ട്സുകൾ ഉൾപ്പെട്ടിരുന്ന ഈ വിരുധനഗർ ഹോട്ടലുകളിലും നന്നേ കുറവായിരുന്നു. വിരുധനഗർ സിറ്റിയിലെ തെറ്റില്ലാത്ത ഒരു ഹോട്ടലായിരുന്നു ബർമ ഹോട്ടൽ. അവിടെ നിന്നായിരുന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ആദ്യകാലത്ത് കർമ്മവീരർ കാമരാജർ ഡിസ്ട്രിക്റ്റ് എന്ന പേരിലാണ് ഈ ഡിസ്ട്രിക്റ്റ് അറിയപ്പെട്ടിരുന്നത്. 1985 രാമനാഥപുരം ഡിസ്ട്രിക്റ്റിൽ നിന്നും രൂപം കൊണ്ട ഒരു ഡിസ്ട്രിക്റ്റാണ് വിരുധനഗർ. തീപ്പെട്ടി, പടക്കം എന്നിവ നിർമ്മിക്കുന്നതിലും പ്രിൻറ്റിങ്ങിലും ഒന്നാമത് നിൽക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ് വിരുധനഗർ. ഇവിടെ നിന്നും മധുര, തിരുനെൽവേലി, തേനി എന്നിവിടങ്ങളിലേക്ക് തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. സിനിമാ താരം ശ്രീദേവിയുടെ പിതാവിൻ്റെ സ്ഥലം വിരുധനഗറാണ്. 1963 ശ്രീദേവി ജനിച്ചത് വിരുധനഗറിലായിരുന്നു. വിരുധനഗർ ടൗണിൽ നിന്നും 30 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ശിവകാശിയാണ് വിരുധനഗറിലെ ഒരു വലിയ സിറ്റി. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പടക്കത്തിൻ്റെ 70%, ഡയറി നിർമ്മിക്കുന്നതിൽ 30% ശിവകാശിയുടെ സംഭാവനയാണ്. പടക്ക നിർമ്മാണത്തിലും തീപ്പെട്ടി നിർമ്മാണത്തിലും പ്രിൻറ്റിങ്ങിലും ഒന്നാമത് നിൽക്കുന്നതിനാൽ ശിവകാശിയെ മിനി ജപ്പാൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ശിവകാശിയിൽ എത്തിക്കഴിഞ്ഞാൽ ഓരോ മുക്കിലും മൂലയിലും പടക്ക നിർമ്മാണ കമ്പനികൾ കാണാൻ കഴിയും. ഇവിടുത്തെ ജനങ്ങളിൽ നല്ലൊരു ശതമാനം പടക്ക നിർമ്മാണ കമ്പനികളിലാണ് ജോലി ചെയ്യുന്നത്. നമുക്കെല്ലാം സുപരിചിതമായ സ്റ്റാൻഡേർഡ് ഫയർ വർക്സിൻ്റെ തൊഴിലാളികളെയും കൊണ്ടുപോകുന്ന ബസ്സിന് പുറകെ ഞാൻ സ്റ്റാൻഡേർഡ് കമ്പനിയിലേക്ക് പോയി. പലപ്പോഴും തീപിടുത്തം മൂലമുള്ള അപകടങ്ങൾ പടക്കശാലകളിൽ ഉണ്ടാകുന്നതിനാൽ പടക്ക നിർമ്മാണശാലയിലേക്ക് കയറുന്നതിന് പ്രത്യേക പെർമിഷൻ എടുക്കേണ്ടതിനാൽ കമ്പനിക്ക് ഉള്ളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. ആലവേല കൂടുതൽ നിലനിൽക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ് വിരുധനഗർ. ശിവകാശിയിലുള്ള തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് സ്റ്റേഷൻ. ശിവകാശിയിൽ നിന്ന് മടങ്ങുന്ന വഴി ശിവകാശി റെയിൽവേ സ്റ്റേഷനും കൂടി ഒന്ന് സന്ദർശിച്ചു. വിരുധനഗർ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. തമിഴ്നാടിൻ്റെ മറ്റൊരു ജില്ലയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു.